ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് കുറച്ച് എൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടായിരുന്നു ആ ഒരു ഡിലേ വന്നത്. ഇനി മുതൽ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ട്, അവരിനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. എങ്ങനെയുണ്ട് മക്കളെ റിസൾട്ടൊക്കെ? എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. എല്ലാവരുടെയും റിസൾട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം 1 തൊട്ട് 10 വരെയുള്ള മക്കളുടെ ഓണപ്പരീക്ഷ പേപ്പർ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കയ്യിൽ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട്? വീട്ടിൽ വഴക്ക് പറഞ്ഞോ? ട്യൂഷനിൽ നിന്ന് അടി കിട്ടിയോ? എന്തായിരുന്നു നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അടുത്ത എക്സാമിന് നിങ്ങളത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ പറ്റട്ടെ. ഈ എക്സാമിനും നല്ല മാർക്ക് വാങ്ങിയവർക്കും മാർക്ക് വാങ്ങാത്തവരും മാർക്കൊന്നും നമുക്കൊരു തരികയൊന്നുമല്ല അല്ലേ. ഇപ്പോഴതിനൊന്നും വലിയത് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വായിക്കാൻ പഠിക്കുക, എഴുതാൻ പഠിക്കുക, നമ്മൾ ബിഹേവിയർ പഠിക്കുക. കുറേ ലാംഗ്വേജസൊക്കെ, ഇംഗ്ലീഷൊക്കെ, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവ സംസാരിക്കാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി, ഇതൊക്കെ വികസിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതൊക്കെയാണ് വേണ്ടത്. അതുകൊണ്ടൊക്കെയുള്ള മാത്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നിങ്ങൾ കാണാപ്പാഠം പഠിക്കാതെ ബേസായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂട്ടുകാരുടെ റിസൾട്ട് നമ്മുടെ കമൻറ്റിൽ കുറിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ആക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി കൊടുക്കുക. നന്ദി, നമസ്കാരം.